ഭസ്മാസുരൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. മൂപ്പര് പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഈ പരമശിവൻ ക്ഷിപ്രപ്രസാദിയാണ്. ഒരുപാട് തപസ് ചെയ്യിക്കേണ്ടി വരില്ല. തപസ് ചെയ്ത് കുറച്ചായ മൂപ്പരുടെ മനസ്സിളകും വേഗം വരം കൊടുക്കാൻ വരും. വരം കൊടുക്കാൻ വന്നു. നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. എനിക്ക് വരം വേണ്ടത് ഞാൻ ആരുടെ തലയിൽ തൊട്ടാലും ഭസ്മമാവണം എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആവട്ടെ പറഞ്ഞു. വരം കൊടുത്തു. വരം കൊടുത്തതും എനിക്കിത് ശരിയാണോ എന്ന് അറിയണ്ടേ പറഞ്ഞ് ശിവൻ്റെ തലയിൽ തൊടാൻ പോയി. ശിവൻ പേടിച്ച് ഓടി 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 അവസാനം ഒരു നെയ്യൂർണിക്കായ പറഞ്ഞ ഒരു കായയുടെ ഉള്ളിൽ പോയി ഒളിഞ്ഞിരുന്നപ്പോൾ പിന്നെ പോയി ശിവനെ കാണാനില്ലല്ലോ. മൂപ്പരിങ്ങനെ മതിച്ച് നടന്ന് ഓരോരുത്തരെയും പാവങ്ങളെയൊക്കെ കൊന്നുകൊണ്ട് നടക്കുകയാണ്. അപ്പം വിഷ്ണുവിനിത് മനസ്സിലായി. ശിവനെ എപ്പോഴും രക്ഷിക്കാൻ വിഷ്ണുവാണ് വരിക. വിഷ്ണു വന്നിട്ട് ഈ മനഃപൂർവ്വം ഈ നെയ്യൂർണിക്കായയിൽ ഒരാടായി വന്നിട്ട് ഈ നെയ്യൂർണിക്കായയുടെ ഇല ഇങ്ങനെ ചുച്ചി ആടെ 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 പറഞ്ഞ് ആട്ടിയാണ്. ഇതെന്താ നെയ്യൂർണിക്കായ വർത്തമാനം പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ആരെ കടിക്കണമെന്ന് ചോദിച്ചു. ആടല്ലേ? അല്ല, ഞാൻ വിഷ്ണുവാണ്. എന്താ ഇപ്പം ഇതിൻ്റെ അകത്ത് കയറിയിരിക്കണേ? ഞാൻ ആ ഭസ്മാസുരനൊരു വരം കൊടുത്തു പോയി. അവൻ എന്നെ തന്നെ ഭസ്മമാക്കാൻ വന്നു. ഞാൻ പേടിച്ചിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് പറഞ്ഞു. അതെ. അപ്പോഴേക്കും ശിവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അമ്പലങ്ങളൊക്കെ അടച്ചിടും, കൊട്ടും പാറ്റൊന്നും വേണ്ട, പിന്നെ ഞാൻ പോകണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കണം. അപ്പോൾ ശരി, ഞാനൊരു വഴി ഉണ്ടാക്കാം. നീ എന്ത് വഴി ഉണ്ടാക്കാൻ? എന്നെ അവൻ ഭസ്മമാക്കും. പെണ്ണുങ്ങളിൽ വീഴാത്ത അസുരന്മാരില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു മോഹിനിയുടെ വേഷം കെട്ടിയിട്ട് ഒരു കാട്ടു പോയിരുന്നു പാട്ടും പാടി ഊഞ്ഞാലാടാൻ തുടങ്ങി. അപ്പോൾ ഈ ഭസ്മാസുരം വന്ന് ഈ മൂടിൻ്റെ സൗന്ദര്യത്തിൽ മതിമയങ്ങി. അപ്പോൾ സുന്ദരി, നീ എൻ്റെ പട്ടമഹിഷിയായിട്ട് വാ, എനിക്ക് ആരെയും പേടിക്കാനില്ല ലോകത്ത്. അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയായിരുന്നാൽ നമുക്ക് സുഖമായി ജീവിക്കാം പറയും. അതെങ്ങനെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുക? എന്താ വിശ്വസിക്കാതെ? ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം, എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ നിന്നെ നോക്കാം. അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയായിട്ട് വായോ പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വരില്ല, സത്യം ചെയ്യണം എന്നാൽ ഞാൻ വരാ പറഞ്ഞു. അപ്പോൾ എന്നാണ് നിന്നാണ് പിന്നെ എന്ന് പറഞ്ഞത്. എന്നാണെന്നിങ്ങനെ കൈ തൊട്ടതും ഭസ്മമായി. അങ്ങനെ വിഷ്ണു ശിവൻ്റെ അടുത്ത് പോയി. പുറത്തേക്ക് വന്നോളൂ, അവനെ കൊന്നു പറയും. എങ്ങനെ കൊന്ന്? അതൊക്കെ ഞാൻ പറയാം, പുറത്തേക്ക് വരുമോ പറഞ്ഞു. എന്നാലും അവനെ എങ്ങനെ കൊല്ലാൻ പറ്റിയേ? ഞാനൊരു മോഹിനി വേഷം കെട്ടിയിട്ട് അവനെ മോഹിപ്പിച്ചിട്ട് ഇങ്ങനെ സത്യം ചെയ്യിപ്പിച്ചിട്ട് അവനെ കൊന്നു പറയും. അത്ര വലിയ സുന്ദരിയാണോ നീ? ഒരു ആണല്ലേ, മഹാവിഷ്ണു ആണല്ലേ, എങ്ങനെ സുന്ദരിയായിട്ട് പോയത്? അതൊക്കെ ഞാൻ പോയി, എനിക്ക് എല്ലാ വേഷവും കേട്ടാൻ പറ്റും. എന്നാൽ എനിക്കൊന്ന് കാണണം ആ വേഷം പറഞ്ഞു. വേണ്ട, ബുദ്ധിമുട്ടാണ്, അത് കണ്ടാൽ ബുദ്ധിമുട്ടാണ്, നിങ്ങളും മയങ്ങും. ഓ, ഞാൻ ജിതേന്ദ്രിയനാണ്, ഞാൻ കാമനെ ദഹിപ്പിച്ചവനാണ്, എനിക്കങ്ങനെ വികാരമൊന്നും വരില്ല. അല്ല, കാണണ്ട, അത് ബുദ്ധിമുട്ടാവും പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു മോഹിനി രൂപം കാണിച്ചു. ശിവൻ്റെ മനസ്സ് മാറി, ശിവൻ ആലിംഗനം ചെയ്തു. അങ്ങനെ മോഹിനി ഗർഭിണിയായി. അങ്ങനെ പ്രസവിച്ചതാണ് അയ്യപ്പൻ. അപ്പോൾ അതാണ് ഹരിഹരപുത്രനാണ്, നിത്യബ്രഹ്മചാരിയാണ്. അമ്മയുടെ വയറ്റിലും വിഷ്ണുവിൻ്റെ വയറ്റിലല്ലേ കിടന്നിരിക്കണം. അപ്പോൾ ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു സ്ത്രീ വിചാരിച്ചാൽ നന്നാകാനും പറ്റും, നശിപ്പിക്കാനും പറ്റും. ഈ മോഹിനി വേഷത്തിൽ 2-3 തവണ വിഷ്ണു രക്ഷിച്ചിട്ടുണ്ട്, അമൃതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈ ഭസ്മാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാൻ മോഹിനിയാണോ? എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആളാണ്, സ്നേഹിക്കുന്ന ആളുമാണ്, രക്ഷിക്കുന്ന ആളുമാണ്. പരമശിവനെ പോലും രക്ഷിക്കുന്ന ആളാണ് മഹാവിഷ്ണു. പിന്നെ ശിവനും വിഷ്ണുവും രണ്ടല്ല, അവർ ഒന്നാണെന്നാണ് പറയുക. ശിവനെ ദേഷിക്കുന്നവർ വിഷ്ണുവിനെ ദേഷിക്കുന്ന മാതിരിയാണ്. വൈഷ്ണവരെ ശൈവരെ പറയുന്നില്ലേ, പക്ഷേ അത് മനുഷ്യൻ്റെ തെറ്റിദ്ധാരണയാണ്. ശിവനും വിഷ്ണുവിനും ഭേദമില്ല. ശിവനെ ദുഷിക്കുന്നവരെ വിഷ്ണു അനുഗ്രഹിക്കില്ല. അതാണല്ലോ ദക്ഷയായിട്ട് പറയണത്, ശിവനെ വിളിക്കാത്തതിൽ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. അപ്പോൾ ഈ ഭസ്മാസുരൻ ഈ ഭസ്മാവാൻ കാരണം എന്താണ്? അഹങ്കാരം. ഈ നമുക്ക് എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം വന്നാൽ അവർക്ക് നാശം അടുത്തു എന്നാണ്.
ദൈവമേ ഈശ്വര രക്ഷിക്കണേ പറഞ്ഞ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നടന്നാൽ ഭഗവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഭസ്മാസുരൻ്റെ കഥ ആലോചിക്കുക, ഭഗവാനെ വിചാരിക്കുക. ഹരി ഓം.